മുഹമ്മദ് കാസിം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ്. മുഹമ്മദ് കാസിമിനെയാണ് ആദ്യം പോലീസ് പ്രതി ചേർത്തത്. കാസിം, ഇപ്പോൾ ഇതാ SIT അന്വേഷണത്തിന് പിന്നാലെ DYFI നേതാവ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വടകര ഗ്രൂപ്പിന്റെ, വടകരയിൽ തന്നെ CPM-ന്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ വടകര സ്ക്വാഡിന്റെ അഡ്മിനാണ് അറസ്റ്റിലായിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് CPM ഫാക്ടറികളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അത് കൃത്യമാവുന്ന അറസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഭരണത്തിൽ LDF സർക്കാർ മൂടിവെക്കാൻ ശ്രമിച്ച ഒരു കേസ്, ഒരു അവസരത്തിൽ കേസ് അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ കേസ് വീണ്ടും UDF-ന്റെ ഭരണം അധികാരത്തിൽ വരുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബിന്റെ പ്രത്യേക പരിഗണന കൊടുത്ത പരാതിയുടെ മേൽ SIT രൂപീകരിക്കും. അത് 2 ആഴ്ചത്തോളം പിന്നിടുമ്പോൾ വളരെ വലിയ പുരോഗതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. CPM-ന്റെ സൈബർ ഹാൻഡുകളിലേക്കാണ് അന്വേഷണം ആദ്യം മുതലേ ഇത് എത്തിച്ചെന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോടതിയുടെ ഇടപെടലുണ്ടായപ്പോഴാണ് കഴിഞ്ഞ ഭരണത്തിൽ പോലും പോലീസ് ഇത് കേസ് അന്വേഷിച്ചിട്ടുണ്ടായത്. എന്നാൽ ഇന്ന് SIT രൂപീകരിക്കുകയും യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. റിബേഷിലേക്ക് അന്വേഷണം എത്തിയപ്പോഴാണ് പിന്നീട് ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലെ? അപ്പോൾ പ്രത്യേക നേതാവിലേക്ക് എത്തിയപ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ചില ഉദ്യോഗസ്ഥർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണോ കാസിം പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അന്ന് ആ സമയങ്ങളിൽ കേസ് അന്വേഷണത്തിന്റെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ അന്ന് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണ് കോടതിയിൽ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞില്ല, അതുകൊണ്ട് ഉണ്ടാകുന്നത് നമുക്ക് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു കേസ് പിന്നെ പുതിയ SIT സംഘം രൂപീകരിക്കുകയും ഉറവിടം എവിടെ എന്നത് കണ്ടെത്തുന്നുണ്ട്. വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയെന്ന് റിബേഷ് പറയുന്നു. അതിന്റെ ഒരു അഡ്മിനായിട്ടുള്ള ആളെ അറസ്റ്റിലാകുന്നു. ഒപ്പം ഇത് നിർമ്മിച്ചതാര് എന്ന ചോദ്യം അതിപ്പോഴും ബാക്കിയാണല്ലോ കാസിം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് മാത്രമേ നമുക്ക് ഈ അറസ്റ്റിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഉണ്ടാക്കിയ ആളുകളും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഒരു ജിതിൻ ഭാസ്കരനോ അല്ലെങ്കിൽ ഒരു റിബേഷ് മാഷോ ഉൾപ്പെടെയുള്ള ആളുകളോ അല്ല ഇതിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് പൂർണ്ണമായും തെളിയേണ്ടതുണ്ട്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് തെളിയണം. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സൈബർ ഹാൻഡിലുകൾ രക്ഷപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടാണിത്. ഇതിന്റെ ആ തുടക്കം മുതലുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഇടത് സൈബർ ഹാൻഡിലുകൾ മാത്രമാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്.